വെള്ളാപ്പള്ളിയിലേക്ക് തന്നെയാണ് ഇന്നും പോകുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നീട് അടുത്ത ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തോട് അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും തിരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്ന് അദ്ദേഹം കുറേ കൂടിയിട്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ തന്നെ താൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും തിരുത്താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിലുണ്ടായൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ CPM ഇന്ന് ഇക്കാര്യത്തിൽ കുറച്ച് അയവ് കാണിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ ആ പരാമർശം അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങണം എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് പിണറായി വിജയൻ കേരള തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ച സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളതെന്ന് കൂടിയിട്ട് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മൊത്തത്തിൽ വെള്ളാപ്പള്ളിയുടെ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ വെള്ളാപ്പള്ളിയെ പിന്തുണക്കുന്നവർക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ മടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിലേക്കാണ് ആദ്യം നിഷാദ്. വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ പ്രതികരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ നമുക്ക് നൽകിയ അഭിമുഖത്തിലും പറയുന്നുണ്ട് വെള്ളാപ്പള്ളി അല്ലെങ്കിൽ അത്തരം നിലപാട് വർഗീയവാദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീവ്രവാദി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവീൺ കേരളത്തിൻ്റെ തൊഗാഡിയ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ശരിക്കും വെള്ളാപ്പള്ളിനെ ചുമക്കാൻ ഇപ്പോഴൊരു CPM പേടിക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ CPMൻ്റെ വിശദീകരണത്തെ കൂടുതൽ അപകടകരമായ ഒരു കാര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവർത്തിച്ചുള്ള ചോദ്യത്തിന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെയെങ്കിൽ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ നിങ്ങൾ തള്ളി പറയേണ്ടതല്ലേ, നിങ്ങൾ അകറ്റി നിർത്തേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ വർഗീയത പറയുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരാളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്ന് CPIMനെ പോലെ ഒരു പാർട്ടി പറയുകയാണ്. വർഗീയതയെ ഒരു കാലത്തും ഞങ്ങൾ അടുപ്പിക്കില്ല. ഇപ്പോൾ ഒരാളെ അടുപ്പിച്ച് നിർത്തുമ്പോൾ അയാൾ വർഗീയവാദി അല്ല എന്നൊരു ന്യായകവചം കൊണ്ട് വേണേൽ ചേർത്ത് നിർത്താം. ഇതൊരാൾ വർഗീയവാദിയാണെന്ന് സമ്മതിക്കുകയും അയാളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. അപ്പോൾ അവർ കേരളത്തിലെ അവർക്കിഷ്ടമില്ലാത്ത വർഗീയ ചാപ്പയടിക്കേണ്ട സകലതിന്മേലെയും കനത്ത തരത്തിലുള്ള വർത്തമാനങ്ങൾ കൊണ്ടാണ് ആക്ഷേപിക്കുക. ഇവിടെ അവർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോലും ഇപ്പം നേരത്തെ സികേഷ് പറഞ്ഞതുപോലെ 10 വർഷം മുൻപ് കേരള തൊഗാഡിയ ആകാനാണ് ശ്രമം എന്ന് പറഞ്ഞ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്ന് ഗോവിന്ദൻ മാഷ് പറയാണ്. അന്നത്തെ സാഹചര്യം എന്താണ്? അന്നത്തെ സാഹചര്യം മാൻഹോളിൽ വീണ ഒരാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ നൗഷാദ് മരണപ്പെട്ടു. നൗഷാദിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം കൊടുത്തു. നൗഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് അയാൾക്ക് ആനുകൂല്യം കിട്ടിയതെന്നാണ് പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുകയാണ്. ഇത് രണ്ടും ഏതാണ്ട് സമാന സ്വഭാവമുള്ള സാഹചര്യമായിട്ട് കൂടി അന്നത്തെ സാഹചര്യം ഇപ്പോഴില്ല എന്ന് CPIM വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ഘട്ടത്തിലും അതായത് CPM പാർട്ടിക്ക് കുറച്ചുകൂടി ഒരു യുക്തിസഹമായിട്ടൊരു കാര്യം വിശദീകരിച്ച് നിൽക്കാൻ പറ്റണ്ടേ? അതായത് ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ വിട്ടുകളയാൻ കഴിയില്ല എന്നതാണ് ആകെ പറയാനുള്ളൂ. ബാക്കി ഒന്നും അതിനകത്ത് വിശദീകരിച്ച് പറയാനില്ല എന്നാണ് കാണേണ്ട കാര്യം. എന്ത് ചോദിച്ചു അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ കാര്യം വെള്ളാപ്പള്ളിയല്ല ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും, ആര് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. അതുമാത്രമല്ല വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ നോക്കൂ, വെള്ളാപ്പള്ളി പറയുകയാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കേരളത്തിൽ കയ്യിൽ വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഈഴവ സമുദായത്തിന് 400 സ്കൂളുകളേ ഉള്ളൂ. അതിൻ്റെ 10 ഇരട്ടിയിലധികം സ്കൂളുകൾ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലുണ്ട്. എല്ലാ അർത്ഥത്തിലും വ്യാജമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആരാ അത് വിശദീകരിക്കാൻ രംഗത്ത് വരേണ്ടത്? ഞങ്ങളുടെ കയ്യിൽ സ്കൂളുകളില്ലാന്ന് വിശദീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കാണോ മാനേജ്മെൻറ്റുകൾക്കാണോ? അല്ലല്ലോ. അത്രയും സ്കൂളുകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്ന ഏജൻസി വിശദീകരിക്കണ്ടേ? അപ്പോൾ ആ വിശദീകരണത്തിന് തുനിയുന്നില്ല എന്നാണ് പ്രധാന കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ്, മലപ്പുറത്ത് കോളേജുകളൊന്നുമില്ല എന്നതിൻ്റെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മുമ്പിൽ വല്ല ആപ്ലിക്കേഷനും വന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കാൻ വേണമെങ്കിൽ എന്നൊക്കെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി വർഗീയ വിഭജനത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് മലപ്പുറത്ത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറത്ത് ഞങ്ങൾക്ക് കോളേജ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് 4-5 മാസമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ പേപ്പർ എടുത്ത് നോക്കണ്ടേ, ഇദ്ദേഹം വല്ല ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടോ, ഇല്ലാത്തതാണോ പ്രശ്നമെന്ന്? അങ്ങനെ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അദ്ദേഹം ആ ചോദ്യം അദ്ദേഹം തള്ളിക്കളയാണ്. അപ്പോൾ ഇത് പിണറായി വിജയനും അറിയാം, വെള്ളാപ്പള്ളി നടേശനും അറിയാം എന്ത് ഈ പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷിനെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ എന്താണ് 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കുന്നു, മലപ്പുറത്ത് സ്കൂളും കോളേജും ഇല്ലാതെ വിമ്മിഷ്ടപ്പെടുകയാണല്ലോ ഇവർ, എന്താണ് നിങ്ങൾ അവരുടെ ഇഷ്യൂ സെറ്റിൽ ചെയ്യാത്തത്? അങ്ങനെ സെറ്റിൽ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്ന മുഴുവൻ വ്യാജമാണ് എന്ന്. അപ്പോൾ അത് വ്യാജമാണ് വെള്ളാപ്പള്ളി നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വൃത്തികേടാണ് പറയുന്നത്, നിങ്ങൾ വിഭജനവാദമാണ് പറയുന്നത് എന്ന് പറയാൻ ഇവർ തയ്യാറല്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം മലപ്പുറത്ത് SNDP യൂണിയനോ ഈഴവ സമുദായത്തിനോ പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ ആപ്ലിക്കേഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ലെന്ന്. ഇന്നിപ്പോൾ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് കോളേജ് അനുവദിക്കേണ്ട ഒരു സാഹചര്യവും എവിടെയും ഉള്ളതായിട്ട് 10 വർഷമായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല.
അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നുണയാണെന്നും ആ നുണയ്ക്ക് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ടെന്നും ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ നുണ പറയാൻ അവർ അദ്ദേഹത്തെ അനുവദിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തെറ്റായ കാര്യങ്ങളുണ്ട്, ശരിയായ കാര്യങ്ങളുണ്ട്. തെറ്റായ കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, ശരിയായ കാര്യങ്ങളെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ടി വരും. ഏത് ശരിയാണ് പറയുന്നത് അദ്ദേഹം? കഴിഞ്ഞ ഒരു 3-4 മാസത്തേക്ക് സികേഷ് എന്തെങ്കിലും കേട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു ശരി? അദ്ദേഹം ഒരു ശരിയും പറയുന്നില്ല. നുണ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ, വ്യാജങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞതിൽ നല്ലത് നമ്മൾ എടുക്കണം. ഏതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ CPM സംബന്ധിച്ച് അത് ഓരോ ദിവസവും എന്താണ് അതിൻ്റെ അത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാധ്യമപ്രവർത്തനെ അധിക്ഷേപിച്ച കാര്യത്തിൽ CPM ഒരു 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 ആഞ്ഞ സമയം എടുത്തു വെള്ളാപ്പള്ളിയോട്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. DYFI ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. DYFIയെ കുറിച്ച് നമുക്ക് കനത്ത സഹതാപം തോന്നുന്ന ഒരു കുറിപ്പാണ്. അതായത് മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണ് എന്നാണ് ആദ്യത്തെ വാചകം. ആര് വിളിച്ചാണ്? അങ്ങനെ താഴേക്ക് വന്നിട്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം വെള്ളാപ്പള്ളി തിരുത്തണം. അപ്പോൾ ഇതാരാണ് തിരുത്തേണ്ടത്? ആരാണ് ശരിക്കും ഈ മാധ്യമപ്രവർത്തനെ തീവ്രവാദി എന്ന് വിളിച്ചത്? ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ വേറെ ഏതെങ്കിലും സംഘടനയാണെന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് DYFI പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാതെയും ചേർത്ത് പിടിച്ചും അദ്ദേഹം പറയുന്ന വർഗീയതയാണെന്ന് മനസ്സിലാക്കിയും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പൊളിറ്റിക്സ് അവരെടുത്തിരിക്കുകയാണ്. അതുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവരത് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു. വെള്ളാപ്പള്ളി എന്ന് പറയുന്നു തീവ്രവാദി എന്ന് വിളിച്ചത് തീവ്രമായി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ മാധ്യമപ്രവർത്തനം, അല്ലാതെ വേറെ ഉദ്ദേശത്തിലല്ല എന്ന്. കാരണം അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ടേൺ എടുത്തത്. അതർവൈസ് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കളത്തിലിറങ്ങി നിന്ന് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം പിടിച്ച കളിയാണ്. നമുക്കിപ്പോൾ അതിനകത്ത് ചോദ്യം ചോദിക്കാനും വസ്തുത പറയാനും അല്ലേ പറ്റുള്ളൂ. അവരതിന് തീരുമാനിച്ചിരിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യാനൊക്കും? സാർ, ഓരോ ദിവസം ചെല്ലും തോറും വെള്ളാപ്പള്ളി കൂടുതൽ തുറന്ന് കാട്ടപ്പെടുന്നുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ, നിരന്തരമുള്ള വിദ്വേഷ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ തന്നെ. എന്നിട്ടും CPM ഇങ്ങനത്തിലൊരു സമീപനം ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്, അതിനെ തള്ളി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടുത്തൊരു നിലപാട് മുമ്പത്തിനക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തത് ഈ വോട്ട് ബാങ്ക് മാത്രമാണോ എന്നുള്ളത്? അല്ല, വെള്ളാപ്പള്ളി തുറന്നു കാട്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ CPIM ആണ് തുറന്നു കാട്ടപ്പെടുന്നത്. വെള്ളാപ്പള്ളി നേരത്തെ തന്നെ തുറന്നു കാട്ടപ്പെട്ട സ്വയം വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. ഈ പറഞ്ഞ പോലെ നൗഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണ അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം മാൻഹോളിൽ കുടുങ്ങിയ ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരണപ്പെടുന്നു. സ്വാഭാവികമായി ആ ഒരു മരണം, ആ ഒരു രക്ഷാ ദൗത്യവും ആ മരണവും മലയാളികളെ വലിയ തോതിൽ സ്വാധീനിച്ച സംഗതിയായിരുന്നു. പക്ഷേ അങ്ങനെ ആ മനുഷ്യൻ്റെ ത്യാഗത്തെ മലയാളികൾ എങ്ങും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിനകത്ത് മതം കയറ്റിക്കൊണ്ടുവരുന്നത്. മരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമായിട്ട് മരിക്കണം എങ്കിലേ രക്ഷയുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്നത്തെ KPCC പ്രസിഡൻറ്റ് VM സുധീരനാണ്. അന്ന് ഉമ്മൻചാണ്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് ഇദ്ദേഹത്തിന് അതിന് മതവിദ്വേഷം പടർത്തിയതിന് കേസെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമുക്കറിയാം, ഒരു മതസാമുദായിക സംഘടനകളോട് ഒരു ലോലമായ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്സാണ് പൊതുവെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാറ്. നമുക്ക് അന്ന് കോൺഗ്രസ് പക്ഷേ ശക്തമായ നിലപാട് സ്വീകരിച്ചു. KPCC പ്രസിഡൻറ്റും സംസ്ഥാന മുഖ്യമന്ത്രിയും ശക്തമായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മലയാളികൾ മൊത്തം അന്ന് വെള്ളാപ്പള്ളിയുടെ സമീപനത്തിനെതിരെ പൊതുവായൊരു വികാരം ഉയർന്നു വന്നു. സ്വാഭാവികമായിട്ടും CPM അതിനെ തള്ളിപ്പറയേണ്ടി വന്നു. പക്ഷെ ഇന്ന് നോക്കൂ, അന്നത്തെ പോലെയോ അതേക്കാൾ മാരകമായ വിഷപ്രവാഹം ഇദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി നടത്തുമ്പോഴും നമ്മൾ കാണുന്നു അദ്ദേഹത്തെ കൂടുതൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ താമ്രപത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, പൊന്നാട അണിയിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് 1/2 ഡസൻ മന്ത്രിമാരാണ് കേട്ടോ ഈ മലപ്പുറത്തെ വിദ്വേഷ പ്രസ്താവനയ്ക്ക് ശേഷം ചേർത്തലയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം 1/2 ഡസനോളം മന്ത്രിമാരാണ് പങ്കെടുത്തത്. ഓരോ മന്ത്രിമാരും പരസ്പരം മത്സരിക്കുകയായിരുന്നു ഈ വിഷജീവിയെ പാട്ടുകൾ കൊണ്ട് എങ്ങനെ വർണ്ണിച്ച് ശ്രീനാരായണ ഗുരുവിനേക്കാൾ മഹാനായ ഒരു മനുഷ്യനാക്കാനൊക്കെ മത്സരിക്കുകയായിരുന്നു. എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 2020 മുതൽ CPM അനുവർത്തിക്കുന്ന ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്. അത് സോഷ്യൽ എൻജിനീയറിംഗ് നല്ല പദമാണ്. വഷളൻ വർഗീയതയാണത്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ പല അടരുകൾ പരീക്ഷിച്ചു. ഇപ്പോൾ അവർ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ മറ്റു വിഭാഗങ്ങൾ തിരിക്കുക വളരെ പ്രകടമായിട്ട് അത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ, മെസ്സേജുകൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കോ പിണറായി വിജയനോ നേരിട്ട് ആ സന്ദേശം കൊടുക്കാൻ സാധ്യമല്ല. ആ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നൊരു ടൂള് മാത്രമാണ് വെള്ളാപ്പള്ളി. അതാണ് മനസ്സിലാക്കേണ്ടത്.
ഇങ്ങനൊരു വിഭജനം സൃഷ്ടിക്കുക, സാമുദായികമായ വിഭജനം സൃഷ്ടിച്ച് അതിൻ്റെ ഇലക്ട്രൽ ഡിവിഡൻഡ് നേടിയെടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്ന് CPM നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മനുഷ്യനെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള നല്ല യൂട്ടിലിറ്റിയുള്ള ഒരു ഉപകരണമാണ്. ആ ഒരു ഉപകരണമാക്കി വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്നു എന്നതിലപ്പുറം ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് CS സൂചിപ്പിച്ചതുപോലെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യുന്നു, CPM ഒന്ന് ടോൺ ഡൗൺ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ ഈ പത്രപ്രവർത്തകനെതിരായിട്ടുള്ള ആക്രോശം കഴിഞ്ഞ 1-2 ദിവസമായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, ഇദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, ഈ അംഗവിക്ഷേപങ്ങൾ, നാവൊക്കെ പുറത്തേക്ക് നീട്ടിക്കൊണ്ടുള്ള വികൃതമായിട്ടുള്ള പ്രകടനങ്ങൾ, ഇതൊക്കെ സാമാന്യ മലയാളിക്ക് അങ്ങേറ്റം അരോചകമായിട്ട് അങ്ങേറ്റം അറപ്പോടുകൂടി കാണുന്നുണ്ട്. ഇങ്ങനെ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആ നിലയ്ക്ക് സ്വയം പ്രദർശിപ്പിക്കുന്ന ഒരു മനുഷ്യനെ താങ്ങി നടക്കുകയാണ് ഒരു വിപ്ലവ പുരോഗമന പാർട്ടി, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും. ഇത് മനുഷ്യരിൽ പൊതുവേ ഇതൊരു അറപ്പുളവാക്കുന്ന കാഴ്ചയാണെന്ന് ഫീല് വലിയ തോതിലുണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ പറ്റും. ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാണ് DYFIയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. DYFIയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴും നോക്കണം, ഇതിന് തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് എക്സ്പ്ലിസിറ്റായിട്ട് തള്ളിപ്പറയാൻ പറ്റുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത പറഞ്ഞുകൊണ്ട് മാത്രമേ ഇതിനെ തള്ളിപ്പറയാൻ പറ്റുന്നുള്ളൂ. നിഷാദ് പറഞ്ഞു അങ്ങേറ്റം സഹതാപാർഹമായ രീതി. എന്തുകൊണ്ടാണ് DYFIക്ക് വളരെ വൈകിട്ടാണെങ്കിലും അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രംഗത്ത് വരേണ്ടി വരുന്നത്? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നൊരു ഫീൽ അവർക്ക് തന്നെ ഉണ്ടാകുന്നു. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പ്രധാനികൾ, നഗരത്തിലെ പ്രധാന ബുദ്ധിജീവികൾ ഇതേക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഇത് നമ്മൾ വിചാരിച്ചോടത്ത് നിൽക്കില്ല എന്നൊരു തോന്നൽ എവിടെ നിന്നോ, അങ്ങനത്തെ ഒരു ഉൾവിളി എവിടെ നിന്നോ വരുന്നു. ഇന്നിപ്പം വർഗീയതയാണ്, അങ്ങേര് വർഗീയവാദി അല്ലെങ്കിലും പറഞ്ഞത് വർഗീയതയാണ് എന്നിടത്തെങ്കിലും എത്തിയിട്ടുണ്ട് ഗോവിന്ദൻ മാഷ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇതിന് റിവേഴ്സ് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുണ്ടാക്കാൻ പറ്റുന്ന ഡാമേജ് ദാറ്റ് ഹാസ് ബീൻ ഡൺ അതിന് മാക്സിമത്തിൽ വന്നു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഇമേജായിട്ട് വെള്ളാപ്പള്ളിയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്ന ഈ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നാക്ക് പുറത്തേക്ക് നീട്ടുന്ന വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്ന പിണറായി വിജയനും മലയാളി ഓർക്കുന്ന ദൃശ്യബിംബങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിപ്ലവ പുരോഗമന പാർട്ടി, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഈ ജാതി വഷളത്തരം ചെയ്യുക എന്നൊരു പക്ഷേ മലയാളി ഒരു കാലത്തും ഏറ്റവും വന്യമായ ഭാവനയിൽ പോലും ഇത്രയും എക്സ്റ്റെൻഡിൽ ഈ പാർട്ടി പോകുമെന്ന് ധരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഡാമേജ് വന്നു കഴിഞ്ഞു. ഇനി അതുകൊണ്ടാണ് ചോദ്യം, ഇപ്പം നിഷാദ് ഇന്ന് എനിക്ക് ദീർഘസമയം ഗോവിന്ദൻ മാഷുമായിട്ട് സംസാരിച്ചു. ഒരു ചോദ്യത്തെ പോലും അഭിമുഖീകരിക്കാനുള്ള സഹിഷ്ണുത അദ്ദേഹം കാണിക്കുന്നില്ല. കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ CPM സ്വീകരിക്കുന്ന ഒരു നിലപാട് വെച്ച് നോക്കിയാൽ വളരെ എളുപ്പം വെള്ളാപ്പള്ളി നടേശൻ തള്ളി പറയാവുന്നതേ ഉള്ളൂ. കാരണം CPM CPM വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. ഇത്തരം സമീപനങ്ങളോട് ആ പ്രസ്ഥാനം സ്വീകരിച്ച നയം എന്താണ്, സമീപനം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിരിക്കെ എന്തുകൊണ്ടാണ് ഇവിടെ അമാന്തിക്കുന്നത് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു ലൈൻ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ലൈൻ സ്വീകരിച്ച് ഇങ്ങനെ പോകുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ അത് വഷളായി മാറുന്നു, അറപ്പുളവാക്കുന്നൊരു സംഗതിയായി മാറുന്നു എന്ന തോന്നലുണ്ടാകും. പക്ഷേ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക, നമ്മളിങ്ങനെ പോയാൽ കുഴപ്പമാകുമോ എന്നൊരു വൈക്ലഭ്യം, ആ ഒരു ശങ്കയിൽപ്പെട്ടിട്ട് നട്ടം തിരിയുന്നൊരു സന്ദർഭമാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുണ്ടാക്കിയ ഡാമേജിൽ നിന്ന് CPMന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചില വാചക കസർത്തുകളൊക്കെ ഇപ്പം നിഷാദിനോട് സംസാരിക്കാൻ പറയുന്നത് കാലം മാറി, പ്രകൃതം മാറി, പ്രപഞ്ചം മാറി അല്ലേ, പിന്നെ വസ്തുനിഷ്ഠ സാഹചര്യം, പിന്നെ ആത്മനിഷ്ഠ സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള കുറേ പദാവലികൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു സർക്കസ് കളിക്കുക എന്നുള്ളതല്ലാതെ ദ ഡാമേജ് ഹാസ് ബിൻ ഡൺ. അത്രയാണ്. അതെ, ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് വെള്ളാപ്പള്ളി മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഇതുവരെ പറഞ്ഞത് തന്നെയാണ്, തിരുത്താനൊന്നും തയ്യാറല്ല എന്ന്. വെള്ളാപ്പള്ളിയെ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് CPM മാറുമോ അതോ CPMന് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വെള്ളാപ്പള്ളി മാറുമോ എന്നാണ് അറിയാനുള്ളത്.